എത്ര പ്രാവശ്യം നിങ്ങൾ പാരായണം ചെയ്തു? അള്ളാഹുവിന്റെ റസൂലിന് അവിടുത്തെ ദീന് സമ്പൂർണമാക്കി കൊടുത്തിട്ടുണ്ട്. അതിൽപ്പെട്ടതല്ലേ സുന്നത്തായ ഒരു കാര്യം. അത് നേരത്തെ നിങ്ങൾ നിങ്ങളുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തി. അതാ ഞാൻ വായിക്കുന്നത് കേട്ടോ. സുബ്ഹിന്റെ അവസാനത്തെ എഴുത്തിതാലിൽ ഇരുട്ടിന്റെ മറവിൽ നിന്ന് എന്റെ ശബ്ദം വീക്ഷിക്കുന്ന മുജാഹിദിന്റെ പ്രവർത്തകരെ, നിങ്ങൾ ആഖിറത്തെ കുറിച്ച് ബോധമുള്ളവരാണെങ്കിൽ ശരിക്ക് ചിന്തിക്കണം. ഞങ്ങളെ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് അത് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അവര് നന്നായി പഠിച്ചവരാട്, അവര് പാരമ്പര്യത്തിൽ വിശ്വസിക്കുന്നവരാട്. ഒരു സമയത്ത് സുന്നത്തും മറ്റൊരു സമയത്ത് കറാഹത്തും. ഈ ഒരു നിലപാട് സുന്നികൾക്കിടയിലില്ല കേട്ടോ. അതേ സമയത്ത് നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് സമൂഹം ശരിക്ക് പഠിക്കണം. അതോടൊപ്പം ഈ നാട്ടിൽ സക്കരിയ സലാഹിയെ മറുപടിക്ക് വേണ്ടി കൊണ്ടുവന്ന് മറ പിടിച്ച് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിച്ച, അതിനു വേണ്ടി കളമൊരുക്കി കൊടുത്ത ഈ നാട്ടിലെ വഹാബി പ്രവർത്തകരും ശരിക്കും മനസ്സിലാക്കിക്കൊള്ളണം. നിങ്ങളുടെ മക്കളെ പഴയകാലത്ത് പഠിപ്പിക്കാൻ വേണ്ടി മുജാഹിദ് പ്രസ്ഥാനം എന്താണെന്ന് പഠിപ്പിച്ചു തന്ന് നിങ്ങളെ കൈകളിൽ ഏൽപ്പിച്ച നിങ്ങളുടെ നേതാക്കളാണല്ലോ ഇ.കെ. മൗലവി, ടി.കെ. മൗലവി, NCC മൗലവിമാര്. അവരൊക്കെ വളരെ കൃത്യമായി ഗ്രന്ഥങ്ങളുടെ അടിസ്ഥാനത്തിൽ രേഖപ്പെടുത്തിയിട്ട് സുബ്ഹിയിൽ ഖുനൂത്ത് സുന്നത്താണെന്ന് രേഖപ്പെടുത്തിയവരാണ്. ഞാൻ നിങ്ങളുടെ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നു. സുബ്ഹിന്റെ അവസാനത്തെ എഴുത്തിതാലിൽ അല്ലാഹുമ്മ ഹ്ദിനി ഫീമൻ ഹദൈത് വഅഫിനി ഫീമൻ അഫൈത് വതവല്ലനി ഫീമൻ തവല്ലൈത് വബാരിക് ലി ഫീമാ അഅതൈത് വഖിനി ശർറ മാ ഖളൈത് ഫഇന്നക തഖ്ദി വലാ യുഖ്ളാ അലൈക് വഇന്നഹു ലാ യദില്ലു മൻ വാലൈത് വലാ യഉസ്സു മൻ ആദൈത് തബാരകത റബ്ബനാ വതആലൈത ഫലകൽ ഹംദു അലാ മാ ഖളൈത് അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് എന്നതുപോലെയുള്ള ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. അപ്പൊ സുബ്ഹിന്റെ അവസാനത്തിൽ ഖുനൂത്ത് ഓതൽ സുന്നത്തുണ്ട്. സുന്നത്ത് എന്ന് പറഞ്ഞാൽ മാ സന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരാ സുന്നി? ആരാ സുന്നി? ഇപ്പൊ എവിടെ പോയിടോ ആ തൗഹീദ്? ഇപ്പൊ എവിടെ പോയി ആ സുന്നത്ത്? അള്ളാഹുവിന്റെ റസൂലിനെ പിൻപറ്റുന്നവരാണ് എന്ന് പറഞ്ഞു നടന്നാ പോരാ. സുന്നികൾ നിങ്ങളാണെന്ന് നിങ്ങൾ ഇപ്പൊ അവകാശപ്പെടുന്നുണ്ടല്ലോ, അല്ലേ? എങ്കിൽ ഈ സുന്നത്ത് എവിടെ പോയി? ഇത് ഞങ്ങൾ മാത്രം പറഞ്ഞതല്ലോ, നിങ്ങളും കൂടെ അംഗീകരിച്ച് നിങ്ങളെ കുട്ടികളെ പഠിപ്പിച്ച് പരീക്ഷയ്ക്ക് എഴുതാത്തതിന്റെ പേരിൽ തോൽപ്പിച്ച്, അങ്ങനെ പഠിപ്പിച്ച് അവരെ എല്ലാവിധത്തിലും പ്രോത്സാഹിപ്പിച്ച ഈ ആശയം ഇന്ന് എവിടെ പോയി നിങ്ങൾക്ക്? ഇതാ ഞങ്ങൾ ചോദിച്ചത്. അത് ചോദിച്ചപ്പോ ഞങ്ങളെ ചങ്ങൽക്കിടണല്ലേ, നല്ല അസുഖമായിപ്പോയി അല്ലേ? സുഖക്കേട് എവിടെ എന്നുള്ളത് ജനങ്ങളൊന്ന് മനസ്സിലാക്കട്ടെ. ഇനി നിങ്ങൾ കേട്ടോ, രണ്ടാമത്തെ വിഷയം മുജാഹിദ് പ്രസ്ഥാനം പിന്നെ എവിടെയാണ് നിസ്കരിക്കുമ്പോ കൈകെട്ടേണ്ടത് എന്നാ കുട്ടികളെ പഠിപ്പിച്ചത്? ഇതേ മൗലവിമാര്, ഇ.കെ. മൗലവി, ടി.കെ. മൗലവി, MCC മൗലവിമാര് മദ്രസ പാഠപുസ്തകത്തിൽ കുട്ടികളെ പഠിപ്പിച്ചത് എവിടെ വെക്കണം, കൈ എവിടെ വെക്കണം എന്നായിരുന്നു. എന്തേ ഇപ്പോൾ അതൊന്നും പറയാത്തത്? അതൊക്കെ ഈ സമൂഹത്തിൽ ഈ സുന്നത്ത് നശിപ്പിക്കുന്ന ആളുകൾ ആരാണെന്ന് സമൂഹം ശരിക്കും മനസ്സിലാക്കട്ടെ. അതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം വായിക്കുന്നത്. നിങ്ങൾ കേട്ടോ, അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ വിരലുകൾ പിരിച്ചുകൊണ്ട് കൈപ്പടങ്ങൾ ചുമലിന്റെ നേരെ ഉയർത്തുന്നതും പിന്നെ അവയെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ വെക്കുന്നതും പിന്നെ അവയെ നെഞ്ചിന്റെയും പൊക്കിളിന്റെയും ഇടയിൽ വെക്കുന്നതും വലത്തേത് കൊണ്ട് ഇടത്തേതിന്റെ കെണിപ്പിൽ പിടിച്ചു കെട്ടുന്നതും സുന്നത്താണ്. ഇന്നിപ്പോ ആ സുന്നത്ത് എവിടെ? എന്നാ സുന്നത്ത് നെഞ്ചുമലല്ലേ? ഇപ്പൊ ആ സുന്നത്ത് എവിടെ പോയി? എന്തേ ഇന്ന് ആ സുന്നത്ത് ജനങ്ങളെ പഠിപ്പിക്കാത്തത്? അതിന്റെ ഇടയ്ക്ക് ജിബിരിയിലൊക്കെ ഇറങ്ങിയോ നിങ്ങൾ മുജാഹിദ് സെന്ററിൽ തന്നെ? അന്ന് നിങ്ങൾ കുട്ടികളെ ശരിക്കും പഠിപ്പിക്കുകയും പഠിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ അടിക്കുകയും. സലാസുല്ലബി പറയുന്നുണ്ടല്ലോ, പഴയ കാലത്ത് ഞങ്ങളെ മക്കളെ നിങ്ങൾ നന്നായി അടിച്ചിരുന്നു, ഇനി നിങ്ങൾക്കൊന്നും അടിക്കാൻ തരൂല എന്ന് പറഞ്ഞല്ലോ, അല്ലേ? അപ്പൊ നിങ്ങൾ ഇത് പഠിക്കാത്തതിന്റെ പേരിൽ നിങ്ങൾ നന്നായി അടിക്കുകയും ശിക്ഷിക്കുകയും പരീക്ഷയ്ക്ക് എഴുതാത്തതിന്റെ പേരിൽ തോൽപ്പിക്കുകയും അങ്ങനെ എല്ലാ വിധത്തിലും ഈ സുന്നത്ത് കുട്ടികളിൽ പഠിപ്പിക്കാനും പ്രചരിപ്പിക്കാനും നിങ്ങൾ നന്നായി ഉത്സാഹം കാണിച്ചു. ഇന്ന് ആ സുന്നത്ത് എവിടെ പോയി? ഇന്ന് ആ സുന്നത്ത് എവിടെ പോയി? ഇത് ചോദിച്ചതിന്റെ പേരിലാണോ നിങ്ങൾ ക്ഷുഭിതരാകുന്നത്? മുജാഹിദ് പ്രസ്ഥാനമേ, നിങ്ങൾ ശരിക്കും മനസ്സിലാക്കുക. നിങ്ങൾക്ക് സംശയമുണ്ടോ? ഒന്നുകൂടെ മാറിക്കൊടുത്താൽ നിങ്ങൾ ഒന്നുകൂടെ വന്നോട്ടെ.
നിങ്ങൾ ഇങ്ങോട്ട് വരണം. അതേ ഞങ്ങൾ പറയുന്നുള്ളൂ. നിങ്ങൾ പേടിച്ച് നിൽക്കണ്ട. ഇവിടെ ഒരു കുഴപ്പം നടക്കൂല കേട്ടോ, ഒരു കുഴപ്പം നടക്കൂല. നിങ്ങൾ ഒന്നും ചെയ്യൂല. നിങ്ങൾ മാന്യമായി കടന്നു വരണം. നിങ്ങൾക്ക് എല്ലാവിധ സ്വീകരണങ്ങളും ഞങ്ങൾ ഏർപ്പെടുത്തും. നിങ്ങളെ ഒന്ന് സ്വീകരിക്കും ഞങ്ങൾ. ആ വിധത്തിലെങ്കിലും ഒന്ന് വരട്ടെ. പൊട്ടത്തരം പറയാനല്ലല്ലോ നിങ്ങൾ വരുന്നത്. നിങ്ങൾക്ക് സംശയമുള്ളത് തുറന്നു പറയാനല്ലേ? നിങ്ങൾ തുറന്നു പറയണം. എന്നിട്ട് ഈ നാട്ടുകാർ പഠിക്കട്ടെ. പക്ഷെ ഇത് പറഞ്ഞത് എന്തിനാണെന്നറിയോ? ഈ നിങ്ങൾ പരിപാടി വെക്കുകയാണെങ്കിൽ നമ്മളെ കുട്ടികളെ നിങ്ങൾ വിളിക്കണം. നിങ്ങൾ വിളിക്കൊന്നും വേണ്ട, വിളിച്ചടങ്ങാറാവേണ്ട. ഓരോട് വന്നോളൂ, നിങ്ങൾ ഒരുക്കി കൊടുത്താൽ മതി വേദി. ഇൻഷാ അല്ലാഹ് ഒരു ചോദിച്ചോളൂ. അതിനുള്ള അവസരങ്ങൾ നിങ്ങൾ ഉണ്ടാക്കി കൊടുക്കണം. കുട്ടികളെ സംശയം തീർക്കട്ടെ. നിങ്ങളെ സംശയം ഞാൻ തീർത്തരാം. നിങ്ങൾ വരി. നിങ്ങൾക്ക് കിട്ടാത്ത ഞാൻ ഉടൻ ഉസ്താദ്മാർക്ക് വിളിക്കും. അപ്പൊ ഞാൻ എല്ലാ വിഷയവും പഠിച്ചു എന്നല്ലല്ലോ, ഒക്കെ ഞാൻ ഉസ്താദ്മാരത്ത് നിന്ന് പഠിച്ചുകൊണ്ടിരിക്കുക. അവരിൽ നിന്ന് കിട്ടുന്ന ഇൽമാണ് ഞങ്ങൾക്കുള്ളത്. അവർക്ക് എവിടുന്ന് കിട്ടിയതാ? അവർ എഴുതിണ്ടാക്കിയതല്ല. ഖുർആനിൽ നിന്നും സുന്നത്തിൽ നിന്നും അവർ പഠിക്കുകയാണ്. ആ പഠിച്ച വിഷയം ഇമാമുകൾ രേഖപ്പെടുത്തി. അങ്ങനെ പാരമ്പര്യമായി ഞങ്ങൾ വിശ്വസിച്ചു പോരുന്ന, അനുഷ്ഠിച്ചു പോരുന്ന അനുഷ്ഠാന കർമ്മങ്ങൾക്കും ആചാരങ്ങൾക്കും ഒരിക്കലും ഇന്നുവരെ ഒരു വിള്ളലും ഒരു പൊട്ടലും ഒരു ചീറ്റലും സംഭവിച്ചിട്ടില്ല. എന്നാൽ നിങ്ങൾക്കിടയിലാണ് എല്ലാവിധ കുഴപ്പമുണ്ടായത്. ജിന്ന് സിഹിറിന്റെ ഇടയിൽ ഇപ്പൊ അടുത്ത് നിങ്ങൾ നല്ല കുഴപ്പമുണ്ടായിട്ട് ഇപ്പൊ നിങ്ങൾ അതിന്റെ ഇടയിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നത് പേരോട് ഉസ്താദ് ജിന്നിനെ അനുകൂലിച്ച് പ്രസംഗിച്ചില്ലേ? സുഹൃത്തെ, എത്ര കാലായി ഞങ്ങൾ ജിന്ന് അംഗീകരിക്കുന്നത്? ഞങ്ങൾക്കിതൊരു പുത്തിരിയ. ഞങ്ങൾ ജിന്ന് അംഗീകരിക്കാൻ തുടങ്ങിയിട്ട് എത്ര കാലായി? ഞങ്ങൾ പാരമ്പര്യമായി ജീവിച്ചു പോരുന്നവരല്ലേ? ഞങ്ങളെ നേരെ കൊണ്ടുവെക്കണോ അത്? പക്ഷെ നിങ്ങളാണ് ജിന്നില്ലെന്ന് പറഞ്ഞവര്, ശൈത്താനില്ലെന്ന് പറഞ്ഞവര്. അത് മൂക്കട്ടയും അതുപോലെ തന്നെ പാറ്റയും അതുപോലെ ആൺകൊതും പെൺകൊതും ഇങ്ങനെ തുടങ്ങി നിങ്ങൾ അതൊക്കെ മറ്റു വസ്തുക്കളാക്കി മാറ്റി. അത് നിങ്ങളാ ചെയ്തത് അല്ലേ? സലാം സുലൈമി പഠിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും സക്കരിയ സ്വലായി സംസാരിക്കുന്നില്ലേ? ഭിന്നിക്കുന്നതിന് മുമ്പ് നിങ്ങളെ ഉസ്താദ് തന്നെയല്ലായിരുന്നോ? ഇപ്പോഴല്ലേ നിങ്ങൾ ആ സുല്ലമി ആത്തർച്ചി ഞങ്ങൾ കൽക്കുന്ന ഇപ്പൊ തുടങ്ങിയതാണല്ലോ അത്. പക്ഷെ അതൊന്നും ഞങ്ങൾ ഇവിടെ കാണിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അവസരം വന്നാൽ കാണിക്കും. ഏതായിരുന്നാലും ഇനി നിങ്ങൾ മനസ്സിലാക്കുക, ഇങ്ങനെ വൈരുദ്ധ്യം പറയാൻ മാത്രം വിധിക്കപ്പെട്ട, നുണ പറയാൻ മാത്രം തയ്യാറായി ജീവിക്കുന്ന ഒരു പ്രസ്ഥാനം, അതാണ് മുജാഹിദ് പ്രസ്ഥാനം. ഇനി നിങ്ങൾ നോക്കിക്കോ, ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുമുടിക്കുന്നു. അതവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരിൽ നിന്നും പ്രതിഫലം വാങ്ങാത്തതാണ് നമ്മുടെ ദഅവത്ത്. ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുമുടിക്കുന്നു. അതവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരിൽ നിന്നും പ്രതിഫലം വാങ്ങാത്തതാണ് നമ്മുടെ ദഅവത്ത്. ബഹുഭൂരിപക്ഷം വരുന്ന പണ്ഡിത പുരോഹിതന്മാർ ജനങ്ങളുടെ ധനം അന്യായമായി തിന്നുമുടിക്കുന്നു. അതവിടെ നടക്കുന്നത്. അതുകൊണ്ട് അതൊന്നും ചെവി കൊടുക്കേണ്ട കാര്യമല്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ആരിൽ നിന്നും പ്രതിഫലം വാങ്ങാത്തതാണ് നമ്മുടെ ദഅവത്ത്. അപ്പൊ കാര്യം പറയാനില്ലെങ്കിൽ ഇതുപോലുള്ള ആരോപണം പറഞ്ഞ് രക്ഷപ്പെടില്ല. വിഷയൊന്നും പറയാനില്ലേ എന്നാ ഇങ്ങനത്തെ തോന്നിയാസങ്ങളാ പറയാം. ബഹുഭൂരിപക്ഷം വരുന്ന സുന്നികളും അവര് ജനങ്ങളുടെ ധനം അന്യായമായി സ്വീകരിക്കുക. പ്രബോധനത്തിന്റെ മാർഗത്തിൽ ഒരു 5 പൈസയും ഇവര് സ്വീകരിക്കാറില്ല. എന്തിനാ അതൊക്കെ വെറുതെ എടുത്തു വെക്കുന്ന ആവശ്യം? ചൊറിഞ്ഞു മുറിയാക്കണോ വെറുതെ? കാര്യം തന്നെ പറയാനില്ലേ ഇഷ്ടം പോലെ? എന്നാ നിങ്ങൾ അതും കൂടെ പഠിച്ചോ. നിങ്ങൾ എന്താ ചെയ്യാറുള്ളത് എന്നുള്ളത് ജനങ്ങൾ ശരിക്കും പഠിക്കട്ടെ. ദഅവത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾ സ്ത്രീകളെ നിക്കി പിഴിഞ്ഞില്ലേ? ഇല്ലേ? വെറുതെ അതൊക്കെ പറഞ്ഞിട്ട് നേരം എന്തിനു കളയണം? കാര്യം തന്നെ പറയാനില്ലേ ഇഷ്ടം പോലെ? എന്തേ അത് പറയാതിരുന്നത്? സ്ത്രീകൾ പലപ്പോഴും ക്ലാസ് അല്ലേ വിചാരിച്ചിട്ട് പൈസ കൊണ്ടുവരില്ല. ഒന്നും ബേജാറാണ്ട. കയ്യിന്റെ 2 വിരലിലുള്ള മോതിരം, കൈത്തണ്ടയിലുള്ള വള, കഴുത്തിലുള്ള മാല, അരയിൽ തൂക്കിയ അരഞ്ഞാണം, ഇതൊക്കെ ആഭരണമാണ്, ഇതൊക്കെ സ്വർണമാണ്, ഇതൊക്കെ പുണ്യമുള്ള കാര്യമാണ്. അതുകൊണ്ട് അത് അഴിച്ചിട്ട് അവിടെ ബക്കറ്റ് ഉണ്ടേ അവിടെ ഇടുക. 1 പവൻ, 2 പവൻ, 5 പവൻ. ഇത് വെറുതെ പറയില്ല. സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. എന്താണ്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്ന് ആലോചിക്കുക. എന്താ വേണ്ടത്? സ്വർണം വേണമോ സ്വർഗം വേണമോ എന്നാലോചിക്കുക. തിരിഞ്ഞല്ലോ. അപ്പൊ നല്ല പിരിവാണല്ലേ? സ്ത്രീകളെ ക്ലാസ്സിൽ വെച്ച് നിക്കി പിഴിയുന്ന നിങ്ങളാണല്ലേ ദഅവത്തിന്റെ മാർഗമായിട്ട് 5 പൈസ വാങ്ങാതെ ഞങ്ങളാട് ജനങ്ങളിൽ നിന്ന് അന്യായമായി പണം വാങ്ങുന്നവരെന്ന് പറയല്ലേ? ശരി, ഞങ്ങൾ പണം വാങ്ങണില്ല, ഞങ്ങൾ സ്വർണ്ണാണ്.
നിങ്ങൾ സ്വർണ്ണാണ്, സ്വർണം ഇങ്ങട്ട് ഒരു 5 പവൻ കൊടുത്താൽ ഒരു 5 പവന്റെ പകരത്തില് സ്വർഗാണ്ട് റീചാർജ് ചെയ്ത് കൊടുക്കും.